ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്നൊരു എയർലെയറിങ് ചെയ്ത സീഡ്ലെസ് ലെമൻ്റെ തൈ കട്ട് ചെയ്ത് കഴിഞ്ഞ് ചട്ടിയിലേക്ക് മാറ്റുന്നൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം കൂട്ടുകാരെ, ഇതിപ്പോൾ ഒരു സീഡ്ലെസ് ലെമണിൽ ഞാൻ എയർ ലെയറിങ് ചെയ്താണ്. അതിപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു ചട്ടിയിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിപ്പോൾ 2-3 ദിവസം മുമ്പ് ചെറിയൊരു കട്ടിങ് ഇവിടെ ഇട്ടേക്ക്. ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം. ഈ മഴ തന്നെ അതിൻ്റെ കട്ട് ചെയ്യുകയാണിപ്പോൾ. അത് സീഡ്ലെസ് ലെമനാണ്. എയർ ലെയറിങ് ചെയ്തിട്ടിപ്പോൾ ഒരു 1-1.5 മാസമായി. അപ്പോൾ ഈ മഴക്ക് തന്നെ ഇത് ചട്ടിയിലേക്ക് ആണ് മാറ്റി കൊടുക്കുക. വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിന് വേരൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അതിന് കെട്ടൊക്കെ തന്നെ അയച്ചു കൊടുക്കണം. ഈ കെട്ട് അയച്ചിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കവർ ഒഴിവാക്കണം. എന്നിട്ട് പോട്ടിമിക്സ് അടിച്ച് മാറ്റുന്നത് ഈ ബക്കറ്റിൽ കാർഡ് മാറ്റി കൊടുക്കുക തൽക്കാലം. ഇപ്പോൾ കാര്യമായിട്ട് വളമൊന്നും കൊടുക്കണ്ട, കുറച്ച് ചാണകപ്പൊടി വേണ്ടിട്ട് പിന്നെ പോട്ടിമിക്സിൽ മിക്സ് ചെയ്ത് വെച്ച ഇതാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നല്ല വേരൊക്കെ ഉസാറായിട്ട് പിടിച്ചിട്ടുണ്ട്. വേരൊക്കെ ഉസാറായിട്ട് പിടിച്ച് ഇനിയിപ്പോൾ അതൊരു ഈ ബക്കറ്റിലേക്കാണ് മാറ്റുന്നത്. ഇപ്പോൾ ഏകദേശം 1.5 മാസം ഒക്കെ ആയതാണ്. 1.5 മാസമായിട്ട് ഇത് ലെയർ ചെയ്തിട്ട് ഉസാറായിട്ട് വേര് പിടിച്ചിട്ട് ഇനി ചട്ടിക്ക് മാറ്റും. ഇതിന് പെട്ടെന്ന് കായുണ്ടത്. ഇപ്പോൾ ഈ ഏകദേശം ഇത് ചട്ടിയിലിത് വെച്ച് വേര് പിടിച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മാസം കൊണ്ട് തന്നെ ഇതിമേൽ കായ് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത്ര മൂപ്പുള്ള കൊമ്പാണ്. ഇതിമേൽ അത് പൂവുണ്ടായിരുന്നു, അതൊക്കെ പോയതാണ്. പെട്ടെന്ന് കായ് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആദ്യം ഇത് ഉപയോഗിച്ചതാണ് ഇതിലേക്ക് ഇട്ടത്. ഇതൊക്കെ കവറ് മാറ്റാനുള്ളത്. ഇപ്പോൾ അത് ഉപയോഗിച്ച് ചെയ്യാൻ സെറ്റ് നല്ലോണം അമ്പച്ച് കൊടുക്കുക. കുറച്ച് ചാണകപ്പൊടി അതിൻ്റെ മുകളിലോട്ട് കൊടുക്കുക. ഈ ചാണകപ്പൊടിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് പിടിച്ചാൽ മതി. നന്നായി പിടിച്ചോളും. പെട്ടെന്ന് കായുണ്ടാവും. എല്ലാവരും കഴിഞ്ഞാൽ ഈ നാരകമൊക്കെ ഇപ്പോൾ ഏകദേശം 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ട് നല്ലോണം വേര് പിടിക്കും. ഒരുപാട് തൈകൾ ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ല.
കുറച്ച് ഞാൻ ഇത് പ്ലാസ്റ്റിക്കിലാണ് കൂടുതൽ ഞാൻ ചെയ്യൽ ചാരിത്തുമ്പിലൊക്കെ. ചാരിത്തുമ്പിലാകുമ്പോൾ നമുക്ക് നല്ലോണം കെട്ടാനും പെട്ടെന്ന് വേര് പിടിക്കാൻ പറ്റും. മഴക്കാലമാകുമ്പോൾ നനക്കേണ്ട ആവശ്യമില്ല, വേനൽക്കാലമാകുമ്പോൾ നനച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് ദിവസമായി ഇനി പ്രശ്നമില്ല. ഏകദേശം ഒരു മാസം കൊണ്ട് എനിക്കൊരു ഒരു കമ്പ് കാറ്റത്ത് ഇങ്ങനെ ആടി പോകാൻ ഒരു കമ്പ് കെട്ടി കൊടുക്കും. അങ്ങനെ കെട്ടിക്കൊടുത്താൽ കാറ്റത്ത് അങ്ങോട്ടും മറിഞ്ഞു കൊണ്ടുകൊടുക്കാനല്ല. ഇതിപ്പോൾ ആവശ്യമില്ല, ഇത് വൈദ്യുതി എല്ലാവരും ചെയ്ത് വെച്ചതാണിത്. ഏകദേശം 10-15 ദിവസമായിട്ടുള്ളൂ. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഇത് നല്ല വേര് പിടിക്കും. അതിൻ്റെ ശേഷം ഇപ്പോൾ അടിയിലൊക്കെ തേപ്പ് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം വേര് പിടിച്ച് ഉള്ളിൽ നിന്ന് തുടങ്ങി, പുറത്തേക്ക് കാണൽ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു മാസം കൂടിയൊക്കെ വെയിറ്റ് ചെയ്താണ്. മാസം കൊണ്ട് ഇത് കട്ട് ചെയ്യും. ഇതിനൊക്കെ കായുണ്ട്. ചൈനീസ് ബുഷ് ഓറഞ്ച് പറഞ്ഞ ചെടിയാണ്. ഇതിനൊക്കെ കായുണ്ട്. ഇപ്പോൾ ഈ ലെയർ ചെയ്തതിലൊക്കെ കായ്കളുണ്ട്. കായൊക്കെ നമുക്ക് ലെയർ ചെയ്ത് കട്ട് ചെയ്ത് ചട്ടിക്ക് മാറ്റുമ്പോൾ ഒക്കെ ഒഴിവാക്കണം. അതിൽ വളർച്ച കൂടും. പെട്ടെന്ന് വളർന്നിട്ടുണ്ടെങ്കിൽ കായ് ഒഴിവാക്കണം. കായ് ഉണ്ടാകുമ്പോൾ പിന്നെ ഈ ചെടിക്ക് വളർച്ച കുറയും. അത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്.